ഹായ് ഗൈസ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? നീ ചെയ്യുന്നേ? എനിക്ക് തെർമോഡൈനാമിക്സിന്റെ വീഡിയോ എടുക്കേണ്ടതാ. തെർമോഡൈനാമിക്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എനിക്ക് നല്ലൊരു അടിപൊളി ഐഡിയ ആണുള്ളത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്, ഒരു കൂജയ്ക്കുള്ളിലെ വെള്ളച്ചാട്ടം. പിന്നെ ഒരു പൂജക്കുള്ളിലെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മതി എല്ലാം തീരാനായിട്ട്. വെറുതെ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കരുത് കേട്ടോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി. എൻ്റെ ഉള്ളിലുള്ള ക്രിയേറ്റർ ശ്വാസം മുട്ടാൻ തുടങ്ങി. നീ നിന്റെ തെർമോമീറ്ററായിട്ട് എവിടെന്നാ പോയി എനിക്ക് വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. ഗൈസ് എന്താ വേണ്ടേ? നിങ്ങൾ നിന്നെ കുഴപ്പമുണ്ടാക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നല്ലൊരു അടിപൊളി ഡ്രോയിങ് ചെയ്യാം. അതെങ്ങനെയുണ്ട്? അയ്യടാ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതെന്തോ ഇത് പൂച്ച പെയിന്റിനകത്ത് ചാടിയോ? ഓരോ സാധനമായിട്ട് എടുത്തോണ്ട് പോകണം. എന്ത് തേങ്ങ കടിക്കാനല്ലേ ഇതിനെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഫൗണ്ടൻ ആണ്. അപ്പൊ ഇതിൽ ചെറിയൊരു ഹോളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു ടെറേറിയത്തിന്റെ ഒരു മോഡൽ വരുന്ന പോലെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഫൗണ്ടൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എടാ ഞാനെന്നാലേ എന്നാ നീ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിന്റെ പ്ലാൻ വരയ്ക്കാം. പ്ലാനോ? ഇതുണ്ടാക്കുന്നതിന്റെ പ്ലാൻ വരയ്ക്കണമെന്നോ? ഇച്ചിരി വരച്ച പോലത്തെ വരയ്ക്കാനാണോ? വേണമെന്നില്ല. എന്തെങ്കിലും ഇവിടെ പ്ലാൻ ഉണ്ട്. ഇവിടെ എനിക്ക് എന്തെങ്കിലും വരയ്ക്കണം, അതാ. പ്ലീസ്. ശരി, വരയ്ക്കേ, എന്തെങ്കിലും ആട്ടെ. ശരി, അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ വെള്ളം നിറച്ചോണ്ടിരുന്നാൽ അത് നിറഞ്ഞൊഴുകയില്ലേ? ഇല്ലേ? എന്താവോ എന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കൂജയുടെ ഒരു സൈഡിലായിട്ട് വട്ടത്തിൽ നല്ല മുഴുത്തതായിട്ടൊരു ഹോൾ ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഹോൾ ഇടാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാറക്കല്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ധാന്യങ്ങളും അതുപോലെ തന്നെ വെള്ളം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിരുന്നു മനുഷ്യർ പണ്ട് ഇതുപോലുള്ള കലങ്ങൾ യൂസ് ചെയ്ത്. സമ്മതിക്കുകയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പാറക്കല്ല്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് വെക്കാനായിട്ട് ഞാനിവിടെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്, കണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ ഇതിന്റെ മുകളിലായിരിക്കും നമ്മൾ വെക്കാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിലും ഉണ്ട് ഒരു ഹോള്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഇതിന്റെ രണ്ട് ഹോളും കൂടെ അലൈനായി വരും. അപ്പോൾ നമ്മൾ അടിഭാഗത്തൂടെ വെള്ളം പമ്പ് ചെയ്തിടുമ്പോഴത്തേനും ഇതിന്റെ മുകളിലൂടെ വെള്ളം ചാടി ഇതുവഴി താഴോട്ട് വരും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. നടക്കുമായിരിക്കും, അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു കൂജ നമ്മൾ വെള്ളമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിന്റെ പുറഭാഗത്തൂടെ ഇപ്പോൾ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മണ്ണായതുകൊണ്ട് തന്നെ സീപ്പ് ചെയ്ത് വെള്ളം ചിലപ്പോൾ പുറത്ത് ചാടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു കോട്ട് സിലിക്കൺ അടിക്കാം. അപ്പോൾ സിലിക്കൺ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് ചെറിയൊരു വേസ്റ്റ് യൂസ് ചെയ്ത് ഫുൾ ഒന്ന് പടർത്തി എല്ലാം ഒരു ഈവനായിട്ടൊരു കോട്ട് ആക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വെള്ളം ഒരുപാട് പുറത്തോട്ട് വരില്ല. ഒരുപാട് നല്ല വെള്ളം പുറത്തോട്ട് വരാനേ പാടില്ല. ഇതിനകത്തൂടെ പുറത്ത് ചാടാൻ പാടില്ല. നേരാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന്റെ അടിഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്, അല്ലേ? ഈ അടിഭാഗത്തായിട്ട് ഒരു കോട്ട് സിലിക്കൺ നല്ല ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് പാറക്കല്ലുകളും ഒന്ന് കൂട്ടി ഒട്ടിച്ച് വെക്കണം. ഇതിന്റെ ഇടയ്ക്കൂടെ വെള്ളം ചാടി വരാതെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒട്ടിക്കണം. ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എംസിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എംസിയിൽ വെച്ച് ഈ രണ്ട് പാറക്കല്ലും തമ്മിലൊന്ന് കൂട്ടി ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് സാൻഡ് സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല്ല് പൊടിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒട്ടിക്കേണ്ട ഭാഗത്ത് ഒരു കോട്ട് സൂപ്പർ ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കല്ലൊന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഉറയ്ക്കും. അതിനുശേഷം നമുക്ക് എംസിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കല്ല് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പമ്പാണ്. ഇപ്പോൾ ഒരു DC പമ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറുതായിട്ടൊരു മൊബൈൽ ചാർജർ കൊടുത്താൽ ഇത് വെള്ളം പമ്പ് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പമ്പ് എടുത്ത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഹോളിനകത്തോട്ട് കയറ്റിയിട്ട് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നോളൂ ഇവിടെ, കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ പോട്ടിനകത്തോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പമ്പിൻ്റെ അടിഭാഗത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പമ്പ് മറയ്ക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ചട്ടിയുടെ തന്നെ ഒരു പീസ് യൂസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് മറച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പെബിൾസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഇത് ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് റോക്കൊക്കെ വെച്ചു, ബാക്കി പെബിൾസ് ഒക്കെ ഇട്ടു, എല്ലാം സെറ്റ് ചെയ്തു, പമ്പൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക്സ് ആണ്. നമുക്ക് പമ്പിലോട്ടുള്ള കണക്ഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ലൈറ്റിങ്ങും ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി ലൈറ്റിങ്ങിനും പമ്പിലോട്ടുള്ള സർക്യൂട്ടിനും വേണ്ടി ഞാനിവിടെ ചെയ്തേക്കുന്നത് 2 ചാർജറാണ് എടുത്തേക്കുന്നത്. ഒരെണ്ണം ഒരു 9 വോൾട്ട് ചാർജറും അതുപോലെ തന്നെ ഒരു 5 വോൾട്ട് ചാർജറും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പാരലായിട്ട് ഒരു AC ഇൻപുട്ടിലോട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ട് 9 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ചെറിയൊരു LED സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് 12 വോൾട്ടാണ് വേണ്ടത്. എന്നാലും 9 വോൾട്ടിലും ഒത്തിരി വെട്ടം ഇല്ലെങ്കിൽ അത്യാവശ്യം വെട്ടത്തിൽ കത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ചെറിയൊരു മൊബൈൽ ചാർജർ എടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജറാണ് ഇതിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ സർക്യൂട്ടിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പമ്പിൻ്റെ സർക്യൂട്ടിന് വേണ്ടിയിട്ട്. അത് 5 വോൾട്ട് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഇതിനകത്തോട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ ഇതിൻ്റെ അടപ്പ് വെച്ച് ഇതൊന്ന് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വയറ് ഞാൻ ഇതിനകത്തൂടെ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊന്ന് കറക്റ്റ് ചേരുന്ന രീതിയിൽ ഒരു അടപ്പെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ കൂജയുടെ അടപ്പ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് ചെറിയൊരു പൊട്ടലും കൂടെ ഉണ്ട്. ഈ അടപ്പ് കുറച്ച് പൊട്ടി പോയേക്കുന്നതാണ്. അപ്പോൾ ആ വയറ് പോകാനുള്ള ഇടയും കൂടെ ഇതിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് പശ കൊണ്ടൊന്ന് ഒട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പെബിൾസ് ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഒന്ന് നമുക്ക് പവർ കൊടുത്ത് നോക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. വർക്ക് ചെയ്യുമെന്നൊരു പിടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കറക്റ്റായിട്ട് മുകളിക്കൂടെ മാത്രം വെള്ളം വരുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി വർക്കിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഇതിനുള്ളിൽ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ നമ്മുടെ കയ്യാലയിലൊക്കെ നിൽക്കുന്ന ടൈപ്പ് പുല്ലുകളും അതുപോലെ തന്നെ ഫേണൊക്കെയാണ്. എല്ലാം ഇതുപോലെ ഒരു ചെറിയ പൗച്ചിനകത്താക്കിയാണ് വെച്ചേക്കുന്നത്. മണ്ണ് നിറച്ചിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ട് നെറ്റ് യൂസ് ചെയ്താണ് പൗച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പൗച്ചയിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ഇതിനകത്തോട്ട് ഇടയ്ക്ക് വെച്ച് നട്ടേക്കുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നെറ്റിനകത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തുനിന്ന് ഒരുപാട് വലിയ വലിയ കഷ്ണങ്ങളായിട്ടുള്ള പൊടി വന്ന് നമ്മുടെ പമ്പിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചിലപ്പോൾ പമ്പ് കേടാകും. അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ പൗച്ചുകളാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു 2-3 പൗച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലുതാണ് ഈ ഒരെണ്ണം. എന്തായാലും ഇനി ഞാൻ ഇതൊക്കെ ഇതിനകത്തുനിന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കുറച്ച് ഫേണുകളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ചെടികൾ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് ഓണാക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റാൻഡാണ്. ഓക്കെ, അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായി കാണും ഇത് എന്ത് സ്റ്റാൻഡ് ഇപ്പോൾ ഇതേ വെച്ചേക്കുന്നുണ്ട്, റെഡ് കളറുള്ള. അപ്പോൾ എന്തായാലും നമുക്കിനി നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. എന്തെങ്കിലും തടിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലൊരു കറക്റ്റ് ആംഗിളിൽ ഇരിക്കുകയും വേണം. ഒരുപാട് അങ്ങോട്ട് ചെരിഞ്ഞു പോകാൻ പാടില്ല, കാരണം
ഈ സൈഡിലായിട്ടാണ് നമ്മൾ സർക്യൂട്ട് വെച്ചേക്കുന്നത്. അങ്ങോട്ട് വെള്ളം ഒഴിച്ചെന്നാൽ മുഴുവൻ പണി വേളും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു ശകലം ഇങ്ങനെ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്തായിരിക്കണം ഇരിക്കുന്നത്. ഇതിൻ്റെ ഭാഗം മുകളിലോട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിന് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്റ്റാൻഡ് കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതിന് വെക്കാനായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തടിയുടെ പീസിലോട്ട് സപ്പോർട്ടിനായിട്ട് 2 തടി ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൂജയുടെ ഭാഗം, ഈ ഒരു വായയുടെ ഭാഗം ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരു വൈ ഷേപ്പിൽ ഒരു സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്നാലും നമുക്കിനി ഇതിലോട്ടൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിത് സ്റ്റാൻഡിലോട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ ഫിറ്റായിട്ട് ഇരിപ്പുണ്ട്. ഒരു കുഴപ്പമില്ല, നനങ്ങുന്ന പോലുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൂജയ്ക്കുള്ളിലെ വെള്ളച്ചാട്ടം ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. എടാ, എൻ്റെ പ്ലാൻ ഇവിടെ ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തോ? എടാ, നീയൊക്കെ എന്നെ കൂട്ടാതെ കംപ്ലീറ്റ് ചെയ്തോ? ആഹാ, ഇത് അടിപൊളിയാണോ? ഇതിനകത്ത് പുല്ല് മാത്രമേ ഉള്ളൂ, മരം ഒന്നും നടന്നില്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്തോ? ആഹാ, അടിപൊളി, തകർത്തു. ഇതെങ്ങനെയുണ്ടടി? ഞാൻ ഉണ്ടാക്കിയതാ, സൂപ്പർ അല്ലേ? കഷ്ടം. അപ്പോൾ നമ്മുടെ മിനി വെള്ളച്ചാട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.